ഇതിനിടയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ചില ഉദ്യോഗാർത്ഥികൾ സമരമനുഷ്ഠിച്ചു തുടങ്ങിയിട്ട് 10-25 ദിവസമായി. ആരാണ്? അധ്യാപക റാങ്ക് ഹോൾഡേഴ്സിന്റെ പ്രതിഷേധം. 25 ദിവസമായി തുടരുന്ന LPST, അതായത് LP സ്കൂൾ ടീച്ചർ റാങ്ക് ഹോൾഡേഴ്സ് സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാട് കടുപ്പിച്ചതിനു പിന്നാലെ UPST റാങ്ക്, അതായത് UP സ്കൂളിലെ ടീച്ചിങ് അസിസ്റ്റന്റുമാരുടെ റാങ്ക് ഹോൾഡേഴ്സും അനിശ്ചിതകാല സമരവുമായി രംഗത്തെത്തി. നിയമന നടപടികൾ വൈകിപ്പിക്കുന്നുവെന്ന ആരോപണവുമായി ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധം ഇപ്പോഴും സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുകയാണ്. ഈ പ്രതിഷേധത്തിന് സിനിമാ താരങ്ങളുടെ അടക്കം പിന്തുണയും ലഭിച്ചിട്ടുണ്ട്. സാന്ത്വന സജു ഉണ്ട്. സാന്ത്വന, വെരി ഗുഡ് മോർണിംഗ്. സാന്ത്വന, CJP ജന്തർമന്ദിൽ നടത്തിയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. അത് പ്രവേശന പരീക്ഷയിലെ സുതാര്യത ഉറപ്പുവരുത്തുക, വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നീ ആവശ്യങ്ങളായിരുന്നുവെങ്കിൽ സെക്രട്ടേറിയറ്റിലേക്ക് ജൻസികൾ ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത് അവിടെ അവരെഴുതിയ പരീക്ഷയിൽ അവർക്ക് ഉയർന്ന റാങ്ക് കിട്ടിയിട്ടും നിയമന ഉത്തരവ് നൽകുന്നതിൽ വൈകുന്നു എന്നുള്ളതാണ്. സർക്കാർ ഇത് കാര്യമായി പരിഗണിക്കാൻ സാധ്യതയുണ്ടോ? ഈ സമരക്കാർക്കൊക്കെ LP UP സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ അസിസ്റ്റന്റുമാരുടെ സംഘടനയ്ക്കൊക്കെ ഇപ്പോൾ പിന്തുണയുണ്ടോ ജനങ്ങളുടെയും ഒക്കെ ഭാഗത്തുനിന്ന്? അരുൺ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നമ്മൾ പല പരീക്ഷകൾ എഴുതി ഇത്തരത്തിൽ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ജോലി കിട്ടാതിരുന്ന ഉദ്യോഗാർത്ഥികൾ അവിടെ വന്ന് സമരം ചെയ്ത കാഴ്ച നമ്മൾ കണ്ടതാണ്. അന്നത്തെ പ്രതിപക്ഷവും ഇന്നത്തെ ഭരണപക്ഷവുമായിട്ടുള്ള UDF സർക്കാർ അന്ന് ഉദ്യോഗാർത്ഥികളുടെ ഒപ്പം നിൽക്കുകയും അവർക്കൊപ്പം ഉണ്ടാകുമെന്നൊക്കെയുള്ള ഉറപ്പ് നൽകുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. പക്ഷെ എന്തായാലും പുതിയ സർക്കാർ ഭരണത്തിൽ വന്ന് 2 മാസം പിന്നിടുമ്പോഴാണ് നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വിവിധ ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്യുന്ന കാഴ്ച കാണേണ്ടി വരുന്നത്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് LPST റാങ്ക് ഹോൾഡേഴ്സും അതുപോലെ തന്നെ UPST റാങ്ക് ഹോൾഡേഴ്സുമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ LPST റാങ്ക് ഹോൾഡർമാരുടെ സമരം ഇപ്പോൾ 25 ദിവസം ആകുകയാണ്. ഇന്നിപ്പോൾ അവർ സമരം തുടങ്ങിയിട്ട് 25 ദിവസമാണ്. അനിശ്ചിതകാല സമരമാണ്. അത് മാത്രവുമല്ല, നിരാഹാര സമരവും അവർ ഇതിനിടയ്ക്ക് കൂടെ നടത്തി വരികയും ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ നടന്നിരുന്നു വരും. പക്ഷേ 2 മാസം തരണം എന്നുള്ള കാര്യമാണ് സർക്കാർ അവരോട് ആവശ്യപ്പെടുന്നത്. പക്ഷേ 2 മാസം തരണമെന്ന് ആവശ്യപ്പെടുമ്പോഴും 2 മാസത്തിന് ശേഷം ഈ നിയമനം ലഭിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സർക്കാരിന് മറുപടി പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾ എന്തായാലും സമരം നിർത്തില്ല, ശക്തമായ സമരവുമായി മുന്നോട്ടേക്ക് പോകുമെന്ന് തന്നെയാണ് LPST റാങ്ക് ഹോൾഡർമാർ വ്യക്തമാക്കുന്നത്. ഇനി UPST റാങ്ക് ഹോൾഡർമാരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവരുടെ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ ഒക്ടോബറിലാണ് നിലവിൽ വന്നത്. പക്ഷേ ഏതാണ്ട് 5000 പേരുള്ള ഒരു റാങ്ക് ലിസ്റ്റാണ്. അതിൽ നിന്ന് 2 പേർക്ക് മാത്രമാണ് നിയമനം കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് അരുൺ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അവരും ഇതേ ആവശ്യം തന്നെയാണ്, എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള നിയമനം കൂടി നടത്തണം എന്നുള്ളതാണ്. ഓരോ ജില്ലയിലെ 1ാം റാങ്കൊക്കെ കിട്ടിയിട്ടും ഈ ലിസ്റ്റ് വന്ന് ഇത്രയും മാസം കഴിഞ്ഞിട്ടും ഒരാൾക്ക് പോലും നിയമനം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്കുണ്ടാകാവുന്ന മാനസിക സംഘർഷം സ്വാഭാവികമായിട്ട് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളവരുണ്ട്. അതുകൊണ്ട് തന്നെ 2 തവണ ഒരു സൂചന പണിമുടക്കൊക്കെ നടത്തി, പക്ഷേ സർക്കാർ ഒന്നും ചെയ്യാൻ തയ്യാറായില്ല. എന്തായാലും സമരം ശക്തമാവുകയാണ്, പിന്തുണയും ഏറുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സർക്കാരിന് അവരെ ശ്രദ്ധിക്കേണ്ടി വരും, ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റൂല.